ഹലോ സ്റ്റുഡൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫ് വരക്കാനും ഡൊമെയിനും റേഞ്ചും എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരക്കാനും ഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കാനും നമുക്ക് പഠിക്കാം. Let n be the set of natural numbers. Define a real valued function f from n to n by f of x equal to 2x plus 1. Using this definition, complete the table given below. This one is table. Is x values 1, 2, 3, 4, 5, 6, 7. Y values means x ന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് f of 1, f of 2, f of 3, etc. അതാണ് y values. Here function is f of x equal to 2x plus 1. First find out ചെയ്യേണ്ടത് f of 1 ആണ്. അതായത് x ന് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ f of 1 ആണ്. ദാറ്റ് മീൻസ് x ന് 1 കൊടുത്താൽ നമുക്ക് f of 1 കിട്ടും. Hence f of 1 equal to 2 into 1 plus 1 equal to 2 plus 1 equal to 3. ഇനി f of 2 കണ്ടുപിടിക്കണം. f of 2 equal to 2 into 2 plus 1, 4 plus 1 equal to 5. Next f of 3 equal to 2 into 3 plus 1 equal to 7. f of 4 equal to 2x plus 1 ന് x ന് 4 കൊടുക്കുക. 2 into 4 plus 1 equal to 8 plus 1 equal to 9. f of 5 equal to 2 into 5 plus 1, 10 plus 1 equal to 11. f of 6 equal to 2 into 6 plus 1, 12 plus 1 equal to 13. Last f of 7 equal to 2 into 7 plus 1, 14 plus 1 equal to 15. ഇനി ഈ വാല്യൂസ് ഒക്കെ ടേബിളിൽ ഫില്ല് ചെയ്യുക. f of 1 equal to 3, f of 2 equal to 5, f of 3 equal to 7, f of 4 equal to 9, f of 5 equal to 11, f of 6 equal to 13, f of 7 equal to 15. Then what is the domain of f? Domain means ordered പെയറിലെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ഫംഗ്ഷനാ സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1, 3, 2, 5, ordered pair 3, 7, ordered pair 4, 9, ordered pair 5, 11, ordered pair 6, 13, etc. അപ്പോൾ ഫസ്റ്റ് എലമെന്റ്സിനെയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഈസ് ഫ്രം n ടു n, എന്നിൽ നിന്നും എന്നിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുന്നത്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന് റോസ്റ്റർ ഫോമിൽ എഴുതാൻ സാധിക്കില്ല. അപ്പൊ എന്നിൽ നിന്നും എന്നിലേക്കായതുകൊണ്ട് ഡൊമെയിൻ ഈക്വൽ ടു n, റേഞ്ച് ഈക്വൽ ടു സെറ്റ് സെക്കൻഡ് എലമെന്റ് 3, 5, 7, 9, etc. ദാറ്റ് മീൻസ് എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട് എക്സെപ്റ്റ് 1. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഓർഡർഡ് പെയർ ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സെട്ര, അങ്ങനെ എക്സിന്റെ പവർ വരുന്നത്, പവർ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.
Next question, define the function f from R to R by y equal to f of x equal to x square. Complete the table given below by using this definition. What is the domain and range of this function? Draw the graph of f. ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കണം. ഹിയർ എക്സ് വാല്യൂസ് ആർ ഗിവൺ, വൈ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വൈ വാല്യൂസ് കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഫസ്റ്റ് എക്സ് ഈക്വൽ ടു -4. then f of -4 equal to -4 square equal to 16. Next f of -3 equal to -3 square equal to 9. f of -2 equal to -2 square equal to 4. f of -1 equal to -1 square equal to 1. f of 0 square equal to 0. f of 1 equal to 1 square equal to 1. f of 2 square is equal to 4. f of 3 square equal to 9. f of 4 equal to 4 square equal to 16. അപ്പോൾ f of x സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെയുള്ള വാല്യൂസിൻ്റെ ഒക്കെ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കണം. -4 എന്താ കിട്ടിയത്, 16. -3ന്റെ സ്ക്വയർ 9, -2ന്റെ സ്ക്വയർ 4, -1ന്റെ സ്ക്വയർ 1, 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോന്റെ ആൻസർ ഇതാണ്. വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരക്കണം. ഇപ്പോൾ ഗ്രാഫ് വരക്കാൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് കണ്ടുപിടിച്ച എന്താണ്, -4 16. -4ഉം 16ഉം ഇവിടെയാണ് വരിക. -4 -4ൽ നിന്നും 16. നെക്സ്റ്റ് -3 9, -3 9 ഏകദേശം ഇവിടെയാണ് വരിക. -3ഉം 9ഉം. -2 4 പോയിന്റ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് -1 1 ഇവിടെയാണ്. 0 -2 ഇവിടെയാണ്. -1 1 0 0 ഒറിജിൻ ആണ്. നെക്സ്റ്റ് 1 1 ഏകദേശം ഇവിടെ ആയിട്ട് വരും. നെക്സ്റ്റ് 2 4 മാർക്ക് ചെയ്യുക. 3 9 മാർക്ക് ചെയ്യുക. 4 16 മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എല്ലാ പോയിന്റ്സും എക്സ് വൈ ആക്സിസ് വരച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ f of x ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മളുടെ ഫംഗ്ഷൻ. എക്സിന്റെ പവർ 2 ആണ്. എക്സിന്റെ പവർ 1 ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർ ഫംഗ്ഷൻ എന്നാണ് പറയുക. ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് വരക്കേണ്ടത്. പക്ഷെ എക്സിന്റെ പവർ 2ഓ 3ഓ അതായത് 1 അല്ലാത്ത കേസിൽ കർവ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാതെ ആണ് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ഇതാണ് ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ. സ്കെയിൽ യൂസ് ചെയ്തിട്ടല്ല വരക്കുന്നത്, കൈ എടുക്കാതെ വരക്കുക. This one is graph of f of x equal to x square. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. നെക്സ്റ്റ് ഫൈൻഡ് ഡൊമെയിൻ f ഫ്രം R to R. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു R. അപ്പോൾ ഏതാണോ ഇവിടെ വരുന്നത് അതാണ് ഡൊമെയിൻ വരിക. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു R. റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂസ് ആണ്. എക്സ് വാല്യൂസ് നമുക്ക് ഏത് വാല്യൂസും എടുക്കാം. അപ്പൊ അതിന്റെ സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് സ്ക്വയർ ആയിട്ടല്ലേ കിട്ടുന്നത് വൈ വാല്യൂസ്. അപ്പൊ ഒരിക്കലും സ്ക്വയർ എന്തായി വരുന്നില്ല, നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നില്ല അല്ലെ. ഗ്രാഫ് വൈയുടെ നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നില്ല. അതിന്റെ റീസൺ എന്താണ്? ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിന്റെ സ്ക്വയർ എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് നെഗറ്റീവ്
y സൈഡിലേക്ക് പോകുന്നില്ല. ഹെൻസ് റേഞ്ച് ഈക്വൽ ടു എവിടുന്ന് എത്ര വരെയുള്ളൂ? 0യും പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് റേഞ്ച് ഓഫ് f ഈക്വൽ ടു ക്ലോസ്ഡ് 0 വരുന്നുണ്ട്. ഓൾറെഡി പേർ 0 എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെന്റ് 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് ഓഫ് f ഈക്വൽ ടു ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി. അപ്പോൾ ഗ്രാഫിൽ നിന്നും y ആക്സിസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോസിറ്റീവ് y വാല്യൂസിനും ടച്ച് ചെയ്യുന്നുണ്ട്. ഹെൻസ് റേഞ്ച് ഓഫ് f ഈക്വൽ ടു ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f ഫ്രം r to r ഡിഫൈൻഡ് ബൈ f of x ഈക്വൽ ടു x ക്യൂബ്. x ക്യൂബ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് f of x ഈക്വൽ ടു x ക്യൂബിന്റെ ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ പോയിന്റ്സ് കണ്ടുപിടിക്കുക. f of x ഈക്വൽ ടു x ക്യൂബ്. അപ്പോൾ x -3 ആവുമ്പോൾ x ക്യൂബ് എത്ര വരിക? -27. -2 -2ന്റെ ക്യൂബ് -2 × -2 4 4 × -2 -8. -1ന്റെ ക്യൂബ് -1 × -1 × -1 -1. 0 ക്യൂബ് ഈസ് 0. 1 ക്യൂബ് ഈസ് 1. 2 × 2 × 2 8. 3 ക്യൂബ് 3 × 3 × 3 ഈക്വൽ ടു 27. അപ്പോൾ നമുക്ക് x വാല്യൂസും കിട്ടി y വാല്യൂസും കിട്ടി. ഇനി ഈ പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ഫസ്റ്റ് പോയിന്റ് -3 -27. അപ്പോൾ -3 -27 മാർക്ക് ചെയ്യുക. ദിസ് വൺ ഇവിടെ -3 -27. നെക്സ്റ്റ് -2 -8. നെക്സ്റ്റ് -1 -1. നെക്സ്റ്റ് ഒറിജിൻ 0 0 1 1 പ്ലോട്ട് ചെയ്യുക. 2 8 മാർക്ക് ചെയ്യുക. 3 27. ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്യുക. എക്സ് ക്യൂബ്, എക്സിന്റെ പവർ 1 അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കർവ് ആണ് കിട്ടുക. സ്കെയിൽ യൂസ് ചെയ്യാതെ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബിന്റെ ഗ്രാഫ് കിട്ടും. ഇപ്പൊ എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് എക്സ് ക്യൂബിന്റെ ഗ്രാഫിന്റെ ഷേപ്പ്. ഇങ്ങനെ വന്ന് ഇതേ രീതിയിൽ ഇതാണ് ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഓഫ് എക്സ് ക്യൂബ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്? f is a function from r to r. Hence, domain equal to r. Function r നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു r. Then range -y. ഗ്രാഫിൽ നിന്നും y ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. പോസിറ്റീവും കർവിൽ നിന്നും y ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ പോസിറ്റീവ് സൈഡ് ഓഫ് y ആക്സിസിലെ എല്ലാ പോയിന്റും ടച്ച് ചെയ്യുന്നുണ്ട്. ഹെൻസ് റേഞ്ച് ഓഫ് f ഈക്വൽ ടു r. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു r, റേഞ്ച് ഈക്വൽ ടു r. നെക്സ്റ്റ്, റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ മീൻസ് ഫംഗ്ഷൻ ഓഫ് ദ ഫോം p of x by q of x. ആ ടൈപ്പ് ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f ഫ്രം r - h0 to r by f of x equal to 1 by x. x belongs to r minus h0. അല്ലെ, x 0 ആകുമ്പോൾ 1 by 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ r minus h0. Complete the table given below using this definition. What is domain and range of this function? അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഹിയർ ഫംഗ്ഷൻ ഈസ് f of x equal to 1 by x. ഫസ്റ്റ് x equal to -2. അപ്പോൾ f of -2. എക്സിന് -2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 1 by -2. 1 by 2. 1 by 2 is 0.5. അപ്പോൾ 1 by -2 is -0.5. അപ്പോൾ -0.5 ആണ് -2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിരിക്കും?
0.5. നെക്സ്റ്റ് എക്സിന് -1.5 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് -1.5 ഈക്വൽ ടു 1/-1.5. 1/1.5 കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടുന്നത് എത്രയാണ്? 0.67. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് -0.67. അപ്പോൾ 1.5 എന്തായിരിക്കും ആൻസർ? 0.67. -1 കൊടുത്താൽ എഫ് ഓഫ് -1 ഈക്വൽ ടു 1/-1. 1/-1 ഈക്വൽ ടു -1. 1 വാല്യൂ കൊടുക്കുമ്പോൾ +1 കിട്ടും. നെക്സ്റ്റ് എഫ് ഓഫ് -0.5. 1/-0.5 ദാറ്റ് ഈസ് -1/0.5 -2 ആൻസർ കിട്ടും. അപ്പോൾ 0.5 2 ആയിരിക്കും. 0.25. എഫ് ഓഫ് 0.25 ഈക്വൽ ടു 1/0.25 ഈക്വൽ ടു 4. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ഈ പോയിന്റ്സ് ഒക്കെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ഫസ്റ്റ് -2 -0.5. -2 0.5 ഇവിടെ ആയിരിക്കും. -2 ഇതിൻ്റെ ഹാഫ് ഇവിടെ -0.5. നെക്സ്റ്റ് -1.5 -0.67. നെക്സ്റ്റ് -1 ഇവിടെ ആയിരിക്കും. നെക്സ്റ്റ് -0.5 -2. നെക്സ്റ്റ് 0.25 4. നെക്സ്റ്റ് 0.5 2. 1 1. 1.5 0.67. 2 0.5. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ -2 -0.5. അപ്പോൾ ഇവിടെ നിന്ന് ഗ്രാഫ് ജോയിൻ ചെയ്താൽ 1/x, എക്സിൻ്റെ പവർ x⁻1 ആണ്. 1 അല്ലാത്തത് കൊണ്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാതെ വരക്കുക. അപ്പോൾ ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയി പിന്നെ ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തില്ല? ടച്ച് ഇല്ല അല്ലേ? ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ -ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ ഇവിടുന്ന് വന്ന് ഇതേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് തമ്മിൽ ടച്ച് ഇല്ലാതെയാണ് ഗ്രാഫ് വരുന്നത്. ഇതേ രീതിയിലായിരിക്കും ഗ്രാഫ് വരിക അല്ലേ? -2 -1 -0.5 അങ്ങനെ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഗ്രാഫ് പോകും. ഇവിടെയാണെങ്കിൽ 0ന്ന് ഇതേ രീതിയിൽ വന്ന് ഇങ്ങനെ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഈ ഷേപ്പാണ് ഗ്രാഫിന് വരുന്നത്. ഇപ്പോൾ 1/xന്റെ ഗ്രാഫ് തിരിച്ചറിയുക. ഈ ഷേപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ഏതിൻ്റെ ഗ്രാഫാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ 1/xന്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. f is a function from r minus set 0 to r. Hence, domain equal to r minus set 0. അല്ലേ? 0 വരില്ല. എക്സിന് 0 കൊടുത്താൽ എന്താ കിട്ടുക? നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി ആണ് കിട്ടുക. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു r minus set 0. നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കർവിൽ നിന്നും y ആക്സിന് പെർപെൻഡിക്കുലർ വരച്ച്, ഇപ്പോൾ എന്താണ് ഇവിടെ നിന്നൊക്കെ പെർപെൻഡിക്കുലർ വരച്ചാൽ നെഗറ്റീവ് വാല്യൂസ് മൊത്തം ടച്ച് ആവുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂസും ടച്ച് ആവുന്നുണ്ട്. പക്ഷെ 0നോ ഇവിടെ ടച്ച് ആകുന്നില്ല, ഇവിടെയും ഇല്ല. അപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതിൽ വരുന്നില്ല? റേഞ്ചിൽ വരുന്നില്ല. ഹെൻസ് റേഞ്ച് ഓഫ് f ഈക്വൽ ടു r മൈനസ് സെറ്റ് 0. അപ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു r മൈനസ് സെറ്റ് 0, റേഞ്ച് ഈക്വൽ ടു r മൈനസ് സെറ്റ് 0. Next question. The function f is defined by f of x equal to 1 minus x if x less than 0, 1 if x equal to 0, x plus 1 if x greater than 0. Draw the graph of f of x. അപ്പോൾ ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് 3-4 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം.
ഫസ്റ്റ് എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക. എക്സ് ഈക്വൽ ടു -2. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 - x ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x, എക്സിന് -2 കൊടുക്കുമ്പോൾ 1 - -2 -2 ആകും. 1 + 2 = 3. നെക്സ്റ്റ് എക്സ് -1, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x, 1 - -1, 1 + 1 = 2. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ് പോസിറ്റീവ് വാല്യൂസ്. എക്സ് ഈക്വൽ ടു 1 പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് + 1 ആണ്. 1 + 1 = 2. എക്സ് 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 + 1 = 3. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിയത് -2 ആകുമ്പോൾ 3, -1 ആകുമ്പോൾ 2, 0 ആകുമ്പോൾ 1, 1 ആകുമ്പോൾ 2, 2 ആകുമ്പോൾ 3. ഈ എക്സ് വൈ വാല്യൂസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ഫസ്റ്റ് -2 3, നെക്സ്റ്റ് -1 2, നെക്സ്റ്റ് 0 1, 0 1, നെക്സ്റ്റ് 1 2, 1 2, നെക്സ്റ്റ് 2 3. ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് + 1 അല്ലെങ്കിൽ 1 - x ആണ്. ദാറ്റ് മീൻസ് എക്സിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്കെയിൽ യൂസ് ചെയ്ത് പോയിന്റ്സ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗ്രാഫ് ഓഫ് എഫ് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. Hence, domain equal to f is a function from R to R. Hence, domain equal to R. അല്ലേ? എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോയിന്റ്സിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റ്സിലും ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഡൊമൈൻ ഈക്വൽ ടു ആർ. ദെൻ വാട്ട് ഈസ് റേഞ്ച്? വൈ വാല്യൂസ് ഏതൊക്കെയാണ്? ഇവിടെ ഒന്നുമില്ല ഗ്രാഫ്. അപ്പം വൈ വാല്യൂസ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ? വൈ ആക്സിസ് 1 മുതൽ മുകളിലേക്കുള്ള വാല്യൂസ് മാത്രമേ സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഹെൻസ് റേഞ്ച് ഈക്വൽ ടു 1ഉം 1ന് മുകളിലുള്ള റിയൽ നമ്പേഴ്സും. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരുന്നത്. താങ്ക് യു.